എടാ ആ POV കാണിച്ചു നിങ്ങൾ അന്ന് എനിക്ക് അയച്ചു തന്നെ മാരിയുടെ. എന്തായാലും അവര് അവരയച്ചു തുടങ്ങിയില്ലേ, നമുക്ക് ഇരുന്നെങ്കിൽ അവരയക്കും. ഇതൊരു ഇടവേള വന്നതാണല്ലോ ഈ റാമ്പ് ഇപ്പൊ വീണ്ടും അതാണ് എല്ലാം സോൾവ് ആക്കി പോകും. റാമ്പോ ഒന്ന് കുരയ്ക്കും പിന്നെയും തുടങ്ങും. ഇതാണ് പണി. ഒന്ന് പൗസാക്കിയോ മറ്റേ എല്ലാത്തിനും. എടാ ഒന്ന് പൗസാക്കിയോ നോക്കി. എല്ലാത്തിനും മറ്റേ ഒരു ബ്രേക്കിലായിരുന്നു KV ആയിട്ടുള്ള ഈ സംഭവത്തില്. ഇതിപ്പോ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മറ്റേ ഈ കുത്തിപ്പൊക്കലുകളൊക്കെ. എന്താ മറ്റേ എടുത്ത മിന്നലായാലും അവൻ കൂടുതലും നിങ്ങളുടെ ഗാങ്ങിൽ കളിക്കത്തില്ലായിരുന്നു. അതും നമ്മുടെ അടുത്ത് അവനെ പുറത്താക്കാനുള്ള പ്രൂഫ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം വേണ്ട 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 ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അല്ലല്ല മിന്നലിന് വലിച്ചു കൊടുത്തേക്ക്. മിന്നലിന് മിന്നലിനെ ഞാൻ കൊടുക്കും. കൊടുത്തേക്ക് വർക്ക് അല്ല അവനെ ഏജ് മറ്റേ മാറ്റി കയറ്റിയാലും വർക്കിച്ച് കൊടുത്തേക്ക്. അവൻ എന്റെ ഹെൽത്ത് ഇഷ്യൂ വെച്ച് പറഞ്ഞാണ് അവൻ എന്തായാലും കളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതേപോലെ മാരിക്കുള്ള ഇത് കാണിച്ചോ. ഓക്കെ കാണിച്ചു. തന്തേ പോയി വിളിക്കുറേ പുള്ളി അവിടെ കാലിൽ നീട്ടി കവച്ച് ചിരിപ്പുണ്ടായി. അവന്റെ തന്ത അവന്റെ തള്ളനെ വിൽക്കാൻ കൊണ്ടേക്കുക. പുള്ളിക്ക് കഴിവില്ലാന്ന് പറഞ്ഞു. വിളിക്കും ഇങ്ങനെ ഉണ്ടാക്കി വിട്ടാ അതിനൊക്കെ തള്ളക്കന്നെ വിളിക്കുന്നേ. ഒരു സെക്കൻഡ് ഒന്നുകൂടി മൊബൈൽ ഇതൊന്ന് വലുതായിക്കോ സ്ക്രീന്. എടാ ഞാൻ ഇങ്ങനെ മരിച്ചറാ. ഇത് ഓപ്പോസിറ്റ് ആൾക്കാരാ. ഇവന് അതിന് മുന്നേ ഒരു സെക്കൻഡ് ഇത് പ്ലേ ചെയ്തതിന് മുമ്പ് ഇവന് എല്ലായിടത്തും ബാൻ കിട്ടിയതല്ലേ ഈ ഒരു പ്ലെയർ മാരി എന്ന് പറയുന്ന പ്ലെയറിന്. ബാക്കി ഒരു സെക്കൻഡ് ബാക്കി എല്ലാ സെർവറിൽ നിന്നും ബാൻ കിട്ടിയതാ. ഇവന് ഇവിടെ മാത്രം എക്സ്ലാൻഡിസിൽ വന്ന് എന്തോ ഇവര് സംസാരിച്ച് എല്ലാരും ഗോൾ അടിക്കാൻ മറക്കല്ലേ. ഗോൾ 50 ഗോൾ ആയിട്ടാണ് 50 ഗോൾ അടിക്കണം. നമുക്ക് 50 ഗോളെ ലക്ഷങ്ങൾ വരണം നമുക്ക് ലൈവില്. ഒരിക്കൽ ഹാക്കിട്ട് മറ്റേ അതെന്തായാലും നമ്മുടെ സൈഡിൽ തന്നെ പറയണം. ഈ ഹാക്ക് ഇട്ടിട്ട് രണ്ടാമത് PC ചെക്ക് ചെയ്ത് കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വേറെ എത്ര പ്ലേയേഴ്സ് ഉണ്ട്, വേറെ എത്ര ഗാംഗിലെ പ്ലേയേഴ്സിന് ഇപ്പൊ അവരൊന്നും കളിപ്പിക്കുന്നില്ല. അത് എന്തായാലും നടക്കത്തില്ല. അവര് വേറെ സിറ്റി പോയി കളിക്കുക അല്ലെങ്കിൽ മാരിയെ മാറ്റാൻ വയ്യെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ചെയ്യട്ടെ. ഇതാണ് അവിടെ ഇട്ട അവര് പ്രൂഫ്. എന്നിട്ട് അവര് അവിടെ ഇപ്പൊ ഇപ്പോഴും ആ സർവറിലുണ്ട്. ഏതൊരു സർവർ എല്ലാം കാണിച്ചോളാം. ഈ ഇവനിങ്ങനെ കൊല്ലുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാന്. അല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ജസ്റ്റ് ഒരു POയുടെ ഒരു കാര്യമാണ്. അതായത് ഈ MRCയിൽ ഒരു പ്ലെയർ ഒരു സംഭവം പറയുന്നുണ്ട്. എടാ MRC എന്ന ഗ്യാങ് ഒരു 6 മാസമൊക്കെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇത് പേര് നൈസായിട്ട് മാറ്റി വേറെ ഒരു ഗ്യാങ് ആക്കി മാറ്റി എന്നൊക്കെ ഒരു സംസാരം വന്നൊരു POV ഉണ്ട് മക്കളെ. പറഞ്ഞവനെയൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. അതോടെ ഈ നിമിഷത്തിൽ പറയണേ. അവിടെ കളിക്കുന്ന ഒരു പ്ലെയർ MRC ഗാങ്ങിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കുമല്ലോ. ആരുടെ അടുത്ത് പറഞ്ഞൊന്നും പറയുന്നില്ല, ഒരാളോട് പറഞ്ഞതാണ്. ഇത് കുറച്ച് നാളത്തേക്ക് MRC പേര് കാണത്തുള്ളൂ, പിന്നെ നമ്മൾ പേരൊക്കെ മാറ്റി വേറെ ഗാങ്ങായിട്ട് കൊണ്ടുപോകാൻ നിൽക്കുക. അതായത് അവിടുത്തെ MRC ഷെയ്ക്ക് മാക്കിനൊക്കെ ഒമ്പിച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ മനസ്സിലായില്ലേ. മുത്ത അങ്ങനെ പറയല്ല മുത്തേ. ഇത് സ്വന്തം ടീമാണ്. ഇത് അവന്മാരുടെ കൂടെ കളിച്ചത്, CKമാരുടെ കൂടെ കളിച്ചത്. എല്ലാരും ചത്തു. അതായത് മൊയില് ഇവന്റെ ഒരു റേഡിയസിലുള്ള ഇത്രയും കുറച്ച് പേരുണ്ടായിരുന്നു. ഈ കുറച്ച് പേരെ ഇവൻ തല്ലിക്കൊന്നു, കൈവച്ചിടിച്ചു കൊന്നു. ആ ലോഗാണ് അത്. ബാക്കിയുള്ള സ്ക്രീൻഷോട്ട്സ് ആ ലോഗൊന്ന് കാണിച്ചു കൊടുത്താ. അണ്ണാമത് കണ്ടോ? വെടിവെക്കുമല്ല, ഇവൻ ഇടിച്ചു കൊന്നു. അണ്ണാമതായിട്ട് റാവുത്തറാണ്. ഈ റാവുത്തർ ഈ റാവുത്തറാണോ അന്ന് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഡേറ്റ് ഓർത്ത് വെച്ച ജനുവരി എന്താ ഡേറ്റ് പറഞ്ഞത്? ജനുവരി 3. ഇന്നൊക്കെ 6-ാം മാസം ഓർത്ത് വെച്ചോ. നിങ്ങളെ ഞാൻ കക്കൂസ് കഴിപ്പിച്ചു പറഞ്ഞിട്ട് പോയതാ. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മെയ്യായി. ആ വഴി പോയവന്മാര് വരെ ചത്തു. ആ സൈഡിൽ കൂടെ പോയവന്മാര് വരെ. ഇത് പ്രൂവ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താന്ന് വെച്ചാൽ 60 days സർവറിന്റെ ഓണറിൽ കോൺടാക്ട് ചെയ്തു. അപ്പൊ പുള്ളി നമുക്ക് അയച്ച ഓടിയാണ്. എടാ അവന്റെ CKമാരുടെ സീൻ എന്താന്ന് പറഞ്ഞാൽ അർഗൻ സിറ്റിയിൽ ഇവൻ ഇങ്ങനെ കളിച്ച് ലൈക്ക് ഒരു വേഴ്സമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ ഒരു റേഡിയസിൽ നിൽക്കുന്ന 8 പേര് എന്ന് പറഞ്ഞ ടീംമേറ്റിന് വരെ ഇവൻ അടിച്ചിടും. ഈ CKമാരി അടിച്ചിട്ട് എന്ന് പറഞ്ഞ ഒറ്റ സെക്കൻഡിൽ 8 കില്ല് എടുക്കും. അപ്പൊ അങ്ങനെ ഇവന് ലൈക്ക് അങ്ങനെയാണ് ഇവൻ ഡൗട്ട് ആണെന്ന് പറഞ്ഞ് ലൈക്ക് ACMൽ ആൾക്കാരൊക്കെ POV ആയിട്ട് വന്നിട്ട് ഇവരുടെ കൂടെയുള്ളവർ തന്നെ ഇവനാ കൊന്നതെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നില്ല. അപ്പൊ അവരും വന്ന് അവരുടെ POV കാണിക്കുമ്പോൾ ഇവൻ തന്നെ എല്ലാവരും കൊല്ലില്ല. ലോഗിൽ അങ്ങടെ ഉണ്ടായിരുന്നത് നമ്മളെ ലോഗ് കാണിച്ചു കൊടുത്തപ്പോ അവൻ സമ്മതിക്കാൻ റെഡി ആയില്ല. അവൻ പറഞ്ഞു ഞാൻ ആരെയും കൊന്നുള്ള. പക്ഷെ അവന്റെ POV ഉണ്ടായിരുന്നില്ല. പിന്നെ PC ചെക്ക് നമ്മൾ എക്സ്ലാൻഡിസിലെ സോണിനെ വിളിക്കായിരുന്നു. പക്ഷെ അവനെ വിളിച്ചപ്പോ ഇവൻ പറഞ്ഞു PC അനിയന് കൊടുത്തു ആദ്യം പറഞ്ഞു. അതിനുശേഷം ഇവൻ പറഞ്ഞു
ബ്രോ ഞാൻ PC വിറ്റു ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവന്റെ IP ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ട്രാക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അവൻ തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ ഇവൻ ഇതിന്റെ പേരിൽ ഇവൻ ഭയങ്കര VC വന്ന് വൾഗറാവുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാ പെർമനന്റ് ഇട്ടോളാൻ പറഞ്ഞു. അതിനുശേഷം ഫ്യൂ സർവേഴ്സ് ഈ സെയിം സാധനം ലൈക്ക് പെർമനന്റ് അവന് കൊടുത്തായിരുന്നു. പക്ഷെ അവൻ പിന്നെ റിവോക്ക് എടുത്ത് കാണോ എനിക്കറിയത്തില്ല. ഇവൻ ദോ ആർഗൻ സിറ്റിയിൽ ഇവന് ബാങ്ക് കൊടുത്തതാണെന്നു. ഇവൻ ഇവരിൽ പ്രൂഫ്സ് ഒരു കാര്യവും ഇല്ല. ലൈക്ക് ഹി ട്രൈഡ്. അവൻ എന്തായാലും ഇട്ട് കളിച്ചു നമുക്ക് ഉറപ്പാണ്. പിന്നെ ഷെയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, ഇതേപോലെ നമ്മൾ എന്തെങ്കിലും പ്രൂഫ് കാണിച്ച അവരെ കിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോ പറയത്തില്ലായിരിക്കും അല്ലേ? പാസ്റ്റ് അല്ലേന്ന് പറയും, പാസ്റ്റ് അല്ലേന്ന് പറയുന്നത്. ഒന്നുമില്ല. അല്ല ഇതിപ്പോ പുതിയ ആൾക്കാരെ അല്ലെ ആരെങ്കിലും സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. എവിടെ ഇതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഇത് രണ്ട് സെയിം തന്നെയല്ലേ? അതെ. ചോദിച്ചു കൊടുത്തു, സിമ്പിൾ. വാങ്ങിച്ചു പോയി, അത്രേ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പ് ഇതാണ്. ഞാൻ കണ്ടോ, നമ്മൾ ഈ റൈസിസോം പറയുന്നു നമ്മൾ ഒരിക്കലും ഒരുത്തന്റെ അടുത്ത് പറയാൻ പോകില്ല. നമ്മൾ തിരിച്ച് നമ്മൾ ഈ റൈസ് ചിക്കൻ കറി ഒന്നും ആർക്കും കൊടുക്കാറില്ല. നമ്മൾ ഈ റൈസിസോം പറയുന്നു നമ്മൾ ഒരിക്കലും ഒരുത്തന്റെ അടുത്ത് പറയാൻ പോകില്ല. അതിനിപ്പോ നമ്മൾ 100 പറഞ്ഞാൽ നമ്മൾ തിരിച്ച് റൈസിസോ ഒന്നും നമ്മൾ ഒരുത്തന്റെ അടുത്തും പറയാൻ പോകില്ല. ജാതി അധിക്ഷേപം, കളറ്, ഇത് ബോഡി ഷേമിങ്, ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒരിടത്തുനിന്ന് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല, ഇനി നാളെ ചെയ്യേയില്ല. അത് നമ്മളെ ഗ്യാങ്ങിൽ നമ്മൾ ആരും അനുവദിച്ചു കൊടുക്കൂല. ഒരുത്തരും പറയാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കും. അല്ലാതെ കണ്ട കുണ്ണാളെ പോലെ ബാക്കി നിന്നിട്ട് ചൊറിഞ്ഞു കൊടുക്കൂല. പറയടാ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുക, നീ അങ്ങ് പറഞ്ഞോളേ, ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ഒരു ഡെമ്മി തായോളിയാണെന്നും പറഞ്ഞ് ഞാൻ ബാക്കി ഇരിക്കൂല. മനസ്സിലായോ? എന്തോ ഡെമ്മിത്തരോട് തായോളിയൊക്കെ കാണിക്കണെന്തോ അങ്ങനെ അനാവശ്യമായിട്ട് തായോളി ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. മനസ്സിലായ? ഇതൊക്കെ ഇത്ര റൈസിസം പറഞ്ഞിട്ട് കൂടെ പറയണം. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേറെ കാര്യം, ഇവൻ ഈ ജാതിയൊക്കെ വിടുന്നത് ജാതിയുടെ പറയാൻ വേണ്ടേ? വടിമട്ടാരി നമ്മളാകെ പറഞ്ഞേക്കണത് ഹിമക്കരിനെ കുറിച്ചിട്ടാ. ഇവന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഹിമക്കരിയുടെ പൂതൂന്ന് തൊട്ടിരിക്കുന്നത്. പണ്ട് ഇപ്പൊ റൈസിസാണ്. ബസ്മതി അരിയത് 10 മിനിറ്റ് കുക്കറി വെച്ചാൽ ആയിക്കോളും. അത്ര കടിയാണ്. ആ പറഞ്ഞത് മൊത്തം മറ്റേ അവരെ ഷെയ്ക്കിനെ പറ്റിയാ പറഞ്ഞെങ്കിൽ അത് കറക്റ്റാ. പറഞ്ഞ എല്ലാ നിന്റെ കൂടെ ഉള്ളവൻ നിന്നെ പറ്റി പറഞ്ഞതിന്റെ പകുതി പോലും നമ്മൾ ഞാനൊരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഡമ്മി പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു. എന്റെ ഗ്യാങ്ങിലുള്ള മറ്റേ ലീഡറാണെങ്കിലും കോ ലീഡറാണെങ്കിലും ഏതാണ് അവിടെ ഒരു വാറിന് കളിച്ചില്ല. ഇപ്പൊ ഈ പറയുന്നത് ഞാൻ ലീഡർ എന്ന നിലയിൽ ഞാൻ ഈ പറയുന്നത് MRC ഓപ്പോസിറ്റ് ഉള്ള എന്റെ ബെസ്റ്റ് മറ്റേ ഇതെന്ന് പറയുന്ന ബെസ്റ്റ് PP ഗോഡ്സ് എന്ന് പറയുന്ന എന്റെ ഓപ്പോസിറ്റ് ഗാങ്ങിലെ മെയിൻ ലൈൻ ഇപ്പൊ കളിച്ച എന്റെ ഓപ്പോസിറ്റ് കളിച്ച ലീഡറാണ് ഞാൻ ആ ടോപ്പ് 12 കളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അതുപോലെ പേടിച്ചിട്ട് മാറി നിന്നിട്ട് അവിടെ നിന്നിട്ടില്ല. എന്റെ മറ്റേ ലീഡറോ ഈ ലീഡർ അല്ലേടാ ഈ കളിച്ചിട്ടുണ്ടായില്ലേ? നമുക്ക് നേരെ വെടിവെച്ചോട് ഓടാനും ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ടാ. ഇതേപോലെ തന്നെ ഇപ്പൊ വാറാണെങ്കിലും പ്രീ വാറാണെങ്കിലും എന്താണെങ്കിലും എന്നെ മാറ്റി നിർത്താറില്ല, സ്ലോട്ടൊന്നും മാറ്റി നിർത്താറില്ല. അയ്യോ എനിക്ക് കളിക്കാറില്ല. പോയിട്ട് റേസിസം പറഞ്ഞ് മറ്റേ അതിലുള്ള 3-4 പേർക്ക് എന്തോ ബാനോ തവണമാരെ പോയിട്ട് പാണ്ടിന്ന് വിളിച്ചിട്ട് അത് റേസ് ഒന്നുമല്ല. ഇപ്പൊ കാണിച്ച ക്ലിപ്പില് ഈ ക്ലിപ്പിൽ തന്നെ അവൻ പറയുന്നുണ്ട് നമ്മുടെ കൂടുതൽ ആരെങ്കിലും അങ്ങനെ പറയുന്നത് വെച്ച് പൊറപ്പിക്കില്ല, എടുത്ത് കളയാൻ പറയുന്ന അവന്മാരെ. അല്ല അവന്മാര് പറഞ്ഞല്ലോ ഈ പാണ്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് KP-യിലുള്ള ആൾക്കാരെ. എടാ മിനിമം കൺവേർട്ട് ചെയ്യുമ്പോ ക്ലിപ്പ് കാണിച്ച് കൺവേർട്ട് ചെയ്യാ, ഇത്ര പറയാനുള്ള. അല്ല റാംബോ കൂടുള്ളവരെ കളയുന്നല്ലോ, കൂടുള്ളവരെ നിർത്തൂലെന്നല്ല റൈസിസം ചെയ്യുന്നവരെ അവരെ പിടിച്ചില്ല. സംഭവം അതല്ല. ഒന്നാമത് തലയ്ക്കകത്ത് മൊത്തം മറ്റേ തീട്ടമുള്ള വ്യൂസ് ആയത് അതിൽ കൂടുതൽ ഇങ്ങനെ കുത്തി നിറയ്ക്കും അവന്മാരെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ലിപ്പ് കാണിച്ചിട്ട് ചെയ്യണം. ഇവന്മാരെ പഴയ മറ്റേ ലൈവ് സ്ട്രീം എടുത്തു നോക്കിയാൽ തന്നെ അതിൽ മൊത്തം ബോഡി ഷേപ്പിംഗും മറ്റേ കളിക്കണം എന്നുണ്ടോ വാറില്ല. ഇല്ല അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവൻ ഡമ്മി പറഞ്ഞിട്ട് പറഞ്ഞാണ് മാസം ഒരു ലീഡർ അവന്റെ ലീഡർക്കുള്ള എന്ത് കോണുള്ള കോണടിക്കാൻ പറ്റും. അതാണോ? അതുമല്ല അടുത്ത ടർഫിനെ ടർഫ് കളിക്കാൻ അവിടെ മറ്റേ കുനിച്ചു നിർത്തി ഇതേപോലെ പട്ടിയെ തല്ലിക്കൊന്നിട്ട് മറ്റേ ഗാങ് മെമ്പേഴ്സ് ഓടി സേഫ് സോണിൽ കയറും. അതാണ് റിയൽ ഡമ്മി, അതാണ് റിയൽ ഗാങ്, ഡമ്മി ഗാങ്.
നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് ഈ ഡമ്മി എന്നൊക്കെ പറയാം. നീ അത് കണ്ണാടി നോക്കും നിന്റെ അല്ല ഞാൻ ഈ റേസോന്ന് പറയാം ഗ്യാങ് പോയിട്ട് ഗ്യാങ് ഹൗസിൽ കണ്ണാടി നോക്കും കേട്ടോ. എന്നിട്ട് നീ നിന്നെ തന്നെ വിലയിരുത്ത്. ഞാൻ നിന്റെ ക്യാരക്ടറിനെയാണ് പറയണേ ബ്രോ. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീരും നമുക്ക് city യില്. അല്ല നിങ്ങളെല്ലാരും ഒരു കാര്യം ആലോചിക്കണം. ഞാനൊരു കാര്യം പറയാവേ, ഇതിന്റെ പുറത്തൊരു ലോകം ഉണ്ട്. അവന് തെറി വിളിക്കാനോ ഒന്നും പറഞ്ഞു. ഇവൻ ഞാൻ ഇന്നത്തെ ലൈവിൽ പോലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരെ ഒന്നും തെറി വിളിക്കാനോ ഒന്നിനും താല്പര്യമില്ല. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അവര് ബാക്കിയുള്ളവർ പറയുന്നത് പറയും. കാരണം ഇതേപോലെ അവരുടെ ഗ്യാങ് ഉള്ളതാണ്. അവർ പറയുന്നത് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ അവിടുത്തെ ലീഡേഴ്സിനെ കൊല്ലീസിനെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഈ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൽ പറയണമെങ്കിൽ പറഞ്ഞവരെ പറയാം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇവന്റെ തായോളി പൂറി എന്ന് പറഞ്ഞ് തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അണ്ണന്മാരുടെ മെയിൻ എന്നാന്നറിയോ? നേരെ സിറ്റിയിൽ സിറ്റുവേഷൻ അമ്മ ഇതേക്ക് സിറ്റിയിൽ സിറ്റുവേഷൻ ആവാണ് അണ്ണന്മാരുടെ മെയിൻ എന്നറിയോ? സിറ്റിയിൽ നമ്മുടെ നേരെ വാടക്കില്ല വാ തുറന്ന് സിറ്റുവേഷൻ അമ്മമാർ അടിച്ചിട്ട് കഴിഞ്ഞാൽ പറയും ഈ ഇവനെയൊക്കെ നേരത്തെ നമ്മൾ പല ഗ്യാങ്ങിലായിട്ട് അടിച്ചിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തേ വിടും. മെയിൻ ആളാണ് സ്പീഡോ. എന്നിട്ട് ലൈവ് ഇരുന്ന് എന്തെങ്കിലും തള്ളി വിളിക്കും. നേരെയാണ് ബച്ചാന്ന് വിളിക്കും. ഇത്രേ ഉള്ളൂ പാട്ടി. അല്ല അത് തെറി വിളിച്ചതിന്റെ കാര്യം അറിയാലോ. അത് നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി പറഞ്ഞു നമ്മൾ ആദ്യമേ ലൈവ് ഇട്ടു. അല്ലല്ല ഇത് അവരെ ഒന്നും പറയല്ലേ. ഇനിയൊന്നും പറയരുത്. അമ്മായി RP അല്ല, പുറത്തൊരു ലോകം ഉണ്ട് കേട്ടോ. പുറത്തൊരു ലോകം ഉണ്ട്, സീനാവും കേട്ടോ. പുറത്തൊരു ലോകം ഉണ്ട്, സീനാവും കേട്ടോ. സൂക്ഷിച്ചോ. ഞാൻ UK പിന്നെ ഞാൻ UK അതുകൊണ്ട് സീനില്ല. നിങ്ങളൊക്കെ പണ്ണും കേട്ടാ. നിങ്ങളൊക്കെ പണ്ണും. അമ്മായി എന്നോട് പറഞ്ഞതാ. അവൻ അവന്റെ ലൈവ് ഇരുന്ന് പറഞ്ഞതാ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അവൻ അന്ന് ഒരു തെറി വിളിച്ചോണ്ട സമയത്ത് ഞാൻ ലാസ്റ്റ് ലൈവില് അവൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച സാധനം എടുത്ത് പറഞ്ഞ കാര്യ സകര ഈ അകത്തിരുന്ന് കൊണക്കണവരല്ല പുറത്തൊരു ലോകമുണ്ട്. നീ UK പോയി ഒളിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ എന്നെ ഇരുന്നങ്ങ് പറയുക ഗെയിമിന്റെ പേരില്. മനസ്സിലായ? ആലോചിക്കണം അവന്റെയൊക്കെ ചിന്ത, അവന്റെയൊക്കെ ഇതും ആലോചിക്കണം, മൈൻഡും ആലോചിക്കണം. വേണം എടാ പറ്റിലേക്ക് കളിക്കാൻ വരരുതറാ. പറ്റിലേക്ക് കളിക്കാൻ വരരുത്. ഇതിനകത്ത് കുറെ അവരാതൊക്കെ കേൾക്കും. ഈ ക്ലിപ്പിൽ സംസാരിക്കുന്ന മാതിരി ഒരാളല്ലേ അല്ലല്ല നീ ആരെയൊക്കെ പോയി തല്ലും. നീ സിറ്റി കയറി ഓരോരുത്തന്മാര് ഓരോ ഗ്യാങ് അടി ഉണ്ടാക്കുമ്പോ എല്ലാരും നിന്നെ ഇങ്ങനെ കളിയാക്കി വിടും. നീ എല്ലാവരും വീട്ടിൽ പോയി തല്ലു. നീ ആര് നീ ഗുണ്ടേ? നീ ആര് നീ കേട്ടോ. നീ ബാക്കി നിന്റെ കൂടെ ഉള്ളമാരെ പേടിപ്പിച്ചു നിർത്താൻ നമ്മുടെ അടുത്ത് പേടിപ്പിച്ചു വരല്ലേ റാംബോ കേട്ടോ. തീട്ടം കൊണക്കാവൻ ബാക്കി മറ്റേതൊക്കെ എടുത്ത് കാണിച്ചു റാംബോ. നീ ഇത് ലൈവ് ഇടണം. നീ ഞങ്ങൾ അവരാധിച്ചതിന്റെ പേരിൽ നീ ലൈവ് ഇടണം. അല്ലെ നീ നിന്റെ കൂടെയുള്ളമാരുടെ ഉണ്ണികളുടെ ലൈവ് കയറി എന്ന് പറയണം. ഒരു സാധനം ഇറക്കി ലീഡർ വീണ്ടും മാറും. 4ാമത്തെ ലീഡർ വരുമോ? അത് വിട്. അത് കുറേ ഞാൻ പറയുന്നു. അത് മിക്കവാറും മാറും. പക്ഷെ ഞാൻ അതന്നെ പറയുന്നുണ്ട് പുറത്ത് കാണിക്കുന്നത് ഈ അല്ലല്ല ഇപ്പൊ വേണ്ട അമ്മായി ഇനി ഇത് ആലോചിക്കണം. അല്ലല്ല അമ്മായി ഇത് ഈ ലൈവിൽ ഇരുന്നിട്ട് ഇതേപോലെ പറയുന്നേ അല്ല ഹിറ്റോ. ഇത് സംഭവം എന്നറിയോ? ഇനി ഇവന്മാരുടെ കൂടെ ഉള്ളവന്മാർ ഇനി റാംബോനെ മുപ്പിച്ച് റാംബോ ലൈവ് ഇടണം. പറ എന്ന് പറഞ്ഞ ലൈവ് ഇട്ടിട്ട് റാംബോ ലൈവ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ സെയിം ടൈമിൽ ലൈവ് ഇട്ടാൻ കാണിച്ചു കൊടുക്കണം. മനസ്സിലായി? അപ്പൊ കൂടെ ഉള്ളവന്മാര് അവന്റെ ലീഡറിനെ പറ്റി പറഞ്ഞ എന്നാ വർത്താനം കാണണം. അവൻ ലൈവ് ഇരുന്ന് തന്നെ കാണണം. അവൻ അപ്പൊ എന്റെ മോന്തായിരിക്കും കാണണം. മനസ്സിലായോ? മീറ്റപ്പ് എന്താണെന്നറിയാമോ? കെവിനെ ടിവിനെ പറ്റി എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ സീരിയസ്ലി ആ മീറ്റപ്പിൽ തന്നെ അത് പൂട്ടുമായിരുന്നു. പിന്നെ ഞാനും മൊയിലുമാണ് വിളിച്ച് വേറൊരു കാര്യം സോൾവ് ആക്കി കൊടുത്തത് അവരെ മീറ്റപ്പിൽ തന്നെ. ഇല്ല അത് മാത്രല്ല അവിടെ ചോദിച്ചത് ഇതാണ് എല്ലാരോടും കെവിനെ ടിവിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കിട്ടൂടാ. എന്തെങ്കിലും പറ പ്ലീസ്. കാലും പിടിച്ചെന്ന് മീറ്റപ്പിൽ പറഞ്ഞതെന്ന് അറിഞ്ഞത്. ആലോചിച്ച നിങ്ങളുടെ കൂടെ ഉള്ളവന്മാര് തന്നെ നിങ്ങൾ വിശ്വസിക്കാത്തവന്മാരാ. അതിനകത്ത് നിനക്ക് സ്വന്തം കൂടെ ഉള്ളവന്മാരെ പറ്റി കൂത്തിലടിക്കണവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അവന്മാരും വിശ്വസിച്ച് അവന്മാരുടെ വാക്ക് കേട്ട് ഓരോ അവരായത്തിലും ലൈവ് വിളിച്ചു പറയും. എന്നിട്ട് സ്വന്തമായിട്ട് വാണോ പണ്ടത്തെ സാധനം പൊക്കി കൊണ്ടുവരുന്ന പരിപാടി തുടങ്ങിയത് അവന്മാരല്ലായിരുന്നു? അവിടെ ആരുമല്ലേ മറ്റേ പൃഥ്വിരാജ് സംഭവം കൊടുക്കുന്ന പറഞ്ഞിട്ടെ. അല്ല ഈ MRCയുടെ VCയിൽ സംസാരിക്കുന്ന ഇപ്പോഴത്തെ മെമ്പേഴ്സ് തന്നെ അവിടെ തന്നെ സംസാരിച്ച് തീർക്കുമെന്നാണോ നിങ്ങക്ക് തോന്നുന്നത്? എവിടൊക്കെ പറയണുണ്ടെന്ന് നിനക്കൊക്കെ അറിയോ? അത് കറന്റ്ലി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മെമ്പേഴ്സ് പല സംസാരിക്കും. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി. നീയൊക്കെ ഇറക്ക്. നീയൊക്കെ എന്നാന്ന് വെച്ചാ ഇറക്ക്. നീയൊക്കെ എന്നാന്ന് വെച്ചാ ഇറക്ക്. ബാക്കി നമ്മൾ കാണിച്ചു തരാം.